ഹലോ എവരിവൺ. നമ്മുടെയൊക്കെ ഇന്നത്തെ ലൈഫ് ഒരുപാട് സ്ട്രെസ് നിറഞ്ഞതാണല്ലേ. പ്രായഭേദമന്യേ എല്ലാവർക്കും സ്ട്രെസ്സാണ്. എന്നാൽ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ അത് നമ്മളുടെ മാനസിക ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വളരെ ക്വിക്കായിട്ട് എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം, അതിന് ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡ് എന്ന് പറയുന്നത് ഡീപ് ബ്രീതിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നമുക്കറിയാം നമ്മളുടെ റെസ്പിറേഷൻ ഒക്കെ ആയാലും ഷാലോ ആയിരിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രഷർ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ് ബ്രീതിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് അത് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ എടുത്ത് അത് അത്ര എഫക്റ്റീവ് ആകത്തില്ല. എന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഡീപ് ബ്രീതിങ് എക്സസൈസ് നമ്മൾ റുട്ടീന്റെ ഭാഗമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. പെട്ടെന്ന് സ്ട്രെസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡ് എന്ന് പറയുന്നത് പാട്ട് കേൾക്കുക, ലിസൺ ടു മ്യൂസിക് ആണ്. ഏത് തരത്തിലുള്ള പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഒരുപാട് മനസ്സിന് റിലാക്സേഷൻ തരുന്ന അങ്ങനെ പേഴ്സണൽ ചോയ്സുകൾ ഉണ്ടല്ലേ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടം. നമ്മൾ ആകെ ഒരു ബാഡ് മൂഡിലാണ്, നമുക്ക് ഒരു ദിവസം തീരെ നന്നായിട്ട് തോന്നുന്നില്ല എങ്കിൽ നമ്മളൊന്ന് അല്പം പാട്ട് കേൾക്കാൻ തയ്യാറാണ്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ മൂഡ് ആ ഒരു ചേഞ്ച് വരുത്തുന്നതായിട്ട് ഈ സംഗീതത്തിന് അതിനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ പാട്ട് കേൾക്കുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ടേക്ക് എ ക്വിക്ക് വാക്ക്. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരല്പം ഒന്ന് നടക്കാനായിട്ട് നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും എന്നുള്ളതാണ്. വളരെയധികം നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ആലോചിച്ച് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആ സാഹചര്യത്തെ നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കില്ല. പകരം ഒന്ന് നടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ട് കുറച്ച് സമയം, ചിലപ്പോൾ ചില ചിന്തകളായിരിക്കും നമ്മളെ വല്ലാതെ അലട്ടുന്നത്, അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ നടക്കുക എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും മൂഡ് എലവേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ഒന്ന് വെയിൽ കൊള്ളാനായിട്ട് ഒരു ബ്രൈറ്റ് ലൈറ്റിലേക്ക് നമ്മളൊന്ന് ഇറങ്ങാൻ തയ്യാറാവുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് മൂഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് അല്പം വെയിൽ കൊള്ളുന്നത് മൂലം സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, പുറത്ത് നല്ല ഒരു ഷൈനി ഡേ ആണ് എങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അത് നമ്മളുടെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൗണ്ടിങ് ബാക്ക്വേർഡ്. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുക, ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം എഴുതുന്നതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ടെൻഷൻ, ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് എങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ഡീപ് ബ്രീതിങ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ 1 to 10 അല്ല 1 to 50 എണ്ണം, മുമ്പോട്ട് എണ്ണം, അതായത് നിർത്തി എണ്ണുക, അതിനുശേഷം അത് ബൈക്കിലേക്ക് ഒന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മൊമെന്റിൽ അത്രമാത്രം നമ്മൾ ടെൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചിന്തയെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെത്തഡാണ് സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുന്നത്. വളരെയധികം നമ്മൾ ടെൻസ്ഡ് ആയിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് കുടഞ്ഞു ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ തയ്യാറായാൽ തന്നെ നമുക്കറിയാം നമ്മുടെ സ്ട്രെസ് കുറച്ച് റിലീവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്.